ദൈവിക പരിപാലനയിൽ മദർ കാർല സഭയെ സധൈര്യം മുന്നോട്ട് നയിച്ചു. യേശുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ വേരൂന്നിയ ആത്മീയതയിൽ നാം ജീവിക്കണമെന്നും ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ് ഈ ജീവിതത്തിൽ നമ്മുടെ പ്രത്യാശയെന്നും ഇടപെടാതെ തൻ്റെ സഹോദരിമാരെ മദർ ബോധിപ്പിച്ചിരുന്നു. കാൽവരിക്കപ്പുറം ഒരു ഉത്ഥാനക്കല്ലറ ഉണ്ടെന്ന പ്രത്യാശയോടെ അവർ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. മദറിൻ്റെയും സമൂഹ അംഗങ്ങളുടെയും സുസ്ത്യാർഹമായ ശുശ്രൂഷകളെ അന്ന് പല രൂപതകളും സഹർഷം സ്വാഗതം ചെയ്തു. മനുഷ്യരെല്ലാം ഇവരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും അതിയായി ആഗ്രഹിച്ചു. ദൈവിക സ്വരത്തെ ഹൃദയത്തിൽ മാറ്റൊലികൊള്ളിക്കുന്ന മദർ കാർലയ്ക്ക് വീണ്ടും ഒരു പുതിയ നിയോഗത്തിലേക്ക് തന്നെ ദൈവം ക്ഷണിക്കുന്നു എന്ന ഉൾവിളി ലഭിക്കുമ്പോഴാണ് മിഷണറീസ് ഓഫ് ഇൻകാർണേഷൻ എന്ന തങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ ഉപശാഖയായി വൈദികരുടെ ഒരു സമൂഹവും രൂപപ്പെടുത്തണം എന്ന ചിന്ത ഉരുത്തിരിഞ്ഞത്. വൈദികർക്ക് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളെ അൾത്താരകളിലും മനുഷ്യഹൃദയങ്ങളിലും ഒന്നുപോലെ പ്രഘോഷിക്കുവാനും അനേകം മക്കളെ ദൈവത്തിനായി നേടുവാനും കഴിയുമെന്ന മദർ വിശ്വസിച്ചു. ഒത്തിരി എതിർപ്പുകളും വിമർശനങ്ങളും കൂരമ്പുകളായി തൊടുത്തുവിടപ്പെട്ടുവെങ്കിലും ദൈവത്തിൻ്റെ വലിയ സ്വപ്നം മദർ കാർലയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്തു. 1994 മിഷണറി ഫാദേഴ്സ് ഓഫ് ഇൻകാർണേഷൻ എന്ന സന്യാസ സമൂഹം ജന്മമെടുത്തു. ഇന്ത്യയിലുടനീളവും ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലും ദൈവസ്വരത്തിൻ്റെ വക്താവായി മദർ കാർല സഞ്ചരിച്ചു. തികഞ്ഞ ദൈവാശ്രയബോധം ഒന്നു മാത്രമാണ് മദറിൻ്റെ പ്രവർത്തനങ്ങളുടെ മുതൽക്കൂട്ട്. ദൈവം തന്നെ പ്രിയ ദാസിയെ കൃപയോടെ കടാക്ഷിച്ചു കൊന്നു. ആഫ്രിക്കയിൽ ഐവറി കോസ്റ്റിൽ മദർ ആരംഭിച്ച ഭവനത്തിലായിരിക്കുന്ന കാലത്ത് ഉണ്ടായ ഒരു അപകടം മദറിൻ്റെ ആരോഗ്യനിലയെ സാരമായി ബാധിക്കുകയും പിന്നീട് കൂടുതൽ പരിചരണത്തിനും ചികിത്സയ്ക്കുമായി മദർ ഹൗസായ വെർമിച്ചുനയിലേക്ക് തിരികെ എത്തുകയും ചെയ്തു. സഹോദരിമാർ മദറിനെ സ്നേഹപൂർവ്വം പരിചരിച്ചു. രോഗപീഠകളും വേദനകളും ശരീരത്തെ തളർത്തിയെങ്കിലും തളരാത്ത മനസ്സോടെ മദർ കാർല ദൈവസ്നേഹത്തിന് മുന്നിൽ പരാതികളും പരിഭവങ്ങളുമില്ലാതെ സഹനങ്ങളെ സ്വാഗതം ചെയ്തു. 2006 സെപ്റ്റംബർ 20 കർത്താവിൻ്റെ മാലാഹ എന്ന പ്രാർത്ഥന ഉരുവിടുമ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന മനുഷ്യാവതാര രഹസ്യം ധ്യാനിക്കുന്ന വേളയിൽ തൻ്റെ പ്രിയപ്പെട്ട വൈദികരുടെയും സഹോദരിമാരുടെയും തന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടറിൻ്റെയും സാന്നിധ്യത്തിൽ അവരുടെ പ്രിയപ്പെട്ട മദർ കാർല ഈ ലോകത്തോട് വിട പറഞ്ഞു. ദൈവകരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. കത്തോലിക്ക സഭ ഈ വിശുദ്ധ ജീവിതത്തെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തി. ഇന്ന് 2025 ഏപ്രിൽ 26 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാനുള്ള രൂപത നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ നന്ദിയോടെ നമുക്ക് ഈ ജീവിതത്തെ ഓർക്കാം. മദറിൻ്റെ അന്തിമ വചസ്സുകൾ ഹൃദയത്തിൽ കോറിയിടാം. എല്ലാവരോടും പരസ്നേഹത്തിലും എളിമയിലും ജീവിച്ച് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളും വാഹകരുമാകാം. മദർ കാർലയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന വിശുദ്ധി കത്തോലിക്ക സഭയിൽ വിശുദ്ധരുടെ നാമങ്ങൾക്കൊപ്പം മാറ്റൊലിക്കൊള്ളുന്ന ഒരു പുണ്യദിനം വിദൂരത്തല്ല. ആ ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം.